ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 24 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തുകയാണ്. നിർഭയം സാക്ഷ്യം നൽകുന്നതിന് വേണ്ടി അവരുടെ ജീവിതത്തേക്ക് ഒരുക്കുകയാണ് യേശുനാഥൻ. അപ്പോൾ അതിനുവേണ്ടി വരാനിരിക്കുന്ന നന്മകളെക്കുറിച്ചും ദൈവത്തിൻ്റെ സംരക്ഷണയെക്കുറിച്ചും ഒക്കെ യേശുനാഥൻ അവർക്ക് ബോധ്യം നൽകുകയാണ്. അതായത് പീഡനങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരിക്കലും ദൈവം എന്നെ കൈവിട്ടു എന്നൊരു ചിന്ത ക്രിസ്തുവിൻ്റെ പ്രേക്ഷിതന്മാർക്ക് ഉണ്ടാവരുത്. അതുകൊണ്ടാണ് അവിടെ നിന്ന് പറയുന്നത്, നിങ്ങൾ കുരുവികളെക്കാളേറെ വിലയുള്ളവരാണ്. ദൈവം കുരുവികളെ പോലും സംരക്ഷിക്കുന്നുണ്ട്. ഈ കുരുവി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ ജീവി എന്ന നിലയിലാണ്. അപ്പോൾ അത്രയും ചെറിയൊരു ജീവിയെ പോലും ദൈവം സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യരായ നിങ്ങളെ സ്വന്തം ഛായയിലും സദൃശ്യത്തിലും രക്ഷിക്കപ്പെട്ട, സൃഷ്ടിക്കപ്പെട്ട, തൻ്റെ പുത്രൻ്റെ വില കൊടുത്ത് വാങ്ങപ്പെട്ട, അല്ലെങ്കിൽ ജനത്തിൻ്റെ വിലയായി തൻ്റെ പുത്രനെ തന്നെ ദൈവം നൽകാൻ തക്ക വിധം അത്രമാത്രം ലോകത്തെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. ആ ദൈവം മനുഷ്യരെ എത്രമാത്രം ബഹുമാനിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, കരുതുന്നുണ്ട്, സംരക്ഷിക്കുന്നുണ്ട് എന്നൊരു ബോധ്യം നൽകുകയാണ്. അപ്പോൾ ഈ സംരക്ഷണം പൊതുവെ എല്ലാ മനുഷ്യർക്കും ദൈവം നൽകുന്നുണ്ടെങ്കിലും പ്രത്യേകമായ വിധം ക്രിസ്തുവിൻ്റെ പ്രേക്ഷിതരെയും ദൈവം സംരക്ഷിക്കുന്നുണ്ട്. അപ്പം എന്താണ് അവരോട് ദൈവത്തിന് പറയാനുള്ളത്, ക്രിസ്തുവിന് പറയാനുള്ളത്? അകാരണമായി വിധിക്കപ്പെടുമ്പോൾ നിങ്ങൾ ദുഃഖിതരാകരുത്. അതായത് യേശുനാഥൻ നന്മകൾ ചെയ്തപ്പോൾ അവരവനെ വിളിച്ചത് ബേൽസബൂൽ എന്നാണ്. അത് ഒരു വിജാതീയ ദേവനാണ്. സുവിശേഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് പിശാച് എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ദൈവത്തെ തന്നെ പിശാച് എന്നവർ വിളിച്ചു. എന്നിട്ട് ദൈവം ഈ ക്രിസ്തുവിൻ്റെ പ്രേക്ഷിതർക്ക് ഉള്ള ഒരു ബഹുമതിയായി പറയുകയാണ്, കുടുംബനാഥനെ അവരങ്ങനെ വിളിച്ചുവെങ്കിൽ കുടുംബാംഗങ്ങളെ അവരെന്ത് വിളിക്കുകയില്ല. അപ്പോൾ അകാരണമായി നിങ്ങൾ വിധിക്കപ്പെടുമ്പോൾ, നിങ്ങളെ കുറ്റം വിധിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിൻ്റെ കുടുംബാംഗങ്ങളായി മാറുകയാണ്. അതാണ് ഒരു പ്രേക്ഷിതനുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ പ്രതി സുവിശേഷ പ്രഘോഷണത്തിന് ഇറങ്ങുന്ന, സുവിശേഷ ജീവിതം ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ ക്രിസ്തുവിൻ്റെ കുടുംബാംഗമായി മാറുകയാണ്. അപ്പോൾ അതാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമതി. അപ്പോൾ അവൻ്റെ കുടുംബത്തിലെ അംഗമാകുമ്പോൾ തീർച്ചയായും പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ കുടുംബനാഥൻ ക്രിസ്തുവാണെന്ന് ഓർക്കുക. ഒരിക്കലും ഒരു കുടുംബനാഥൻ കുടുംബത്തിലുള്ള മക്കൾക്ക് വലിയ ആപത്തുകൾ വരാൻ അനുവദിക്കില്ലല്ലോ. എത്ര സംരക്ഷിക്കാനായി ഓടിയെത്തുമല്ലോ. അപ്പോൾ അതുപോലെ നിന്റെ സംരക്ഷകനായി ഓടിയെത്താൻ പോകുന്ന ദൈവമാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ സംരക്ഷണം ഈ ഭൂമിയിൽ മാത്രമല്ല, കാരണം ഇനിയൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ നിന്നെ സംരക്ഷിക്കുന്നവനും നിന്നെ ചേർത്തണയ്ക്കുന്നവനും ക്രിസ്തുവായി മാറും. അപ്പോൾ ആ ജീവിതത്തെ മുൻനിർത്തി വേണം ഭൂമിയിലെ ജീവിതം നമ്മൾ ജീവിക്കാൻ. അപ്പോൾ ഇതൊരു വലിയൊരു പ്രത്യാശ നൽകുന്നതാണ്. കാരണം ഈ പീഡനങ്ങളും മരണവും ദുരിതവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഈ ഭൂമിയിൽ അവസാനിപ്പിച്ചേക്കാം ഒരു പക്ഷേ അപ്പോഴും നമ്മൾ മുറുകെ പിടിക്കേണ്ടത് ഒരു പ്രത്യാശയാണ്. വരാനിരിക്കുന്ന ജീവിതത്തിൽ ക്രിസ്തു കുടുംബാംഗമായ എന്നെ പിതാവിൻ്റെ മുമ്പിൽ ഏറ്റുപറയും, അവൻ എന്നെ സ്വീകരിക്കും. അപ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് ഉണ്ടാകുന്ന ക്ഷണികങ്ങളായ പ്രശ്നങ്ങളെയും സങ്കടങ്ങളെയും ഒക്കെ തരണം ചെയ്യാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തു നൽകുന്ന പ്രത്യാശയിൽ ഊന്നിക്കൊണ്ട് ഈ ദുഃഖങ്ങളെയൊക്കെ അതിജീവിച്ച് ക്രിസ്തുവിൻ്റെ പ്രേക്ഷിതനായി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ക്രിസ്തുവിനായി പ്രേക്ഷിത വേല ചെയ്യുന്ന, വേദനകൾ ഏറ്റെടുക്കുന്ന അനേകായിരം സുവിശേഷ പ്രഘോഷകരും ക്രിസ്തീയ ജീവിതം വിശുദ്ധമായി ജീവിക്കുന്ന ജനങ്ങളും ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അവരെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.